രാജു പി നായർ കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാജു പി നായർ, ബി.ജെ.പിയിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് സംബന്ധിച്ച് ഒരു മാസമായി മാധ്യമങ്ങൾ വാർത്ത നൽകുന്നു. തെളിവ് സഹിതമാണ് വാർത്ത വിടുന്നത്. ഇപ്പോൾ ഇന്ന് കേൾക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത പ്രധാനമന്ത്രിയുടെ SPG സംരക്ഷണത്തിന് വേണ്ടി ടാക്സി വിളിച്ച വകയിൽ പോലും ഫണ്ട് തട്ടിയിരിക്കുന്നു. അതായത് പ്രധാനമന്ത്രിയുടെ ചെലവിൽ പോലും തട്ടിപ്പ് നടത്തുകയാണ്. സർക്കാരാണ് അതിന് പണം ചെലവഴിക്കുന്നത്. നിങ്ങൾക്കൊരു പരാതി കൊടുത്തുകൂടെ? അല്ല, ഇത് നമ്മൾ പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ രേഖകളെല്ലാം വേണം. ഈ രേഖകളെല്ലാം BJPയുടെ കയ്യിലാണ് നിൽക്കുന്നത്. ഇതാരെങ്കിലും പരാതി കൊടുക്കുന്ന വിഷയമല്ല. ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പാർട്ടിയുടെ ഒരു അല്ലെങ്കിൽ സംഘടനാപരമായ ഒരു പ്രതിബദ്ധതയും ആത്മാർത്ഥതയും പ്രശ്നമാണ്. ഞങ്ങൾ ഇങ്ങനെ പരാതി കൊടുക്കുക? ഇവർ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ബില്ല് ഞങ്ങളുടെ കയ്യിലുണ്ടോ? അല്ലെങ്കിൽ അത് അല്ലാന്ന് സ്ഥാപിക്കാനുള്ളത്? നമ്മൾ വെറുതെ എല്ലാത്തിനും ഒരു ബൈനറി നമ്മൾ ഉണ്ടാക്കരുത്. പാർട്ടിക്കകത്ത് ഇത്രമാത്രം വലിയ തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞിട്ടും അവർക്ക് അവരുടെ സ്വന്തം സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരെയും വഞ്ചിച്ച രീതിയിലുള്ള തട്ടിപ്പ് നടന്നിട്ട് പോലും ആ പാർട്ടി അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി നുണയന്മാരും അടിസ്ഥാനപരമായി തട്ടിപ്പുകാരുമാണ് ഈ പാർട്ടിക്കകത്ത് ആദ്യം മുതൽ അവസാനം വരെ ഉള്ളതെന്നല്ലേ എന്റെ അർത്ഥം. എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ തട്ടിപ്പ് നടത്താൻ കഴിയുക? പ്രധാനമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് തെരഞ്ഞെടുപ്പ് റാലിയാണെങ്കിലും എന്താണെങ്കിലും പ്രധാനമന്ത്രിയുടെ കോൺവോയിലുള്ള എല്ലാ വണ്ടിയും ഉൾപ്പെടെ അത് സർക്കാരിന്റെ വണ്ടികളാണ് കൊടുക്കുന്നത്. അതല്ലാതെ വേറെ ഇതില്ല. കാരണം അദ്ദേഹം അതിനകത്ത് എക്സെപ്ഷനുള്ള. അപ്പൊ ഞാൻ ഒട്ടേറെ നമുക്ക് VVIPകളുടെ പരിപാടികൾ ഞങ്ങൾ KPCC ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ടില്ല. അതിനൊക്കെ ചിലപ്പോൾ വണ്ടി പുറത്തോട്ടൊന്നും എടുക്കേണ്ടി വരും. പക്ഷെ പ്രധാനമന്ത്രിക്ക് അങ്ങനെയല്ല. ഇത് എല്ലാത്തിനും സ്ഥാനാർത്ഥികൾക്ക് കൊടുത്ത പൈസയിൽ കൊടിയിൽ മുതൽ ഇങ്ങോട്ടേക്കുള്ള അവരുടെ എല്ലാ രീതിയിലും തട്ടിപ്പ് നടത്തിയിട്ട് ആ മുന്നണി തന്നെ ഇപ്പൊ അഖിൽ മാരാര് പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. അഖിൽ മാരാര് പറയുകയാണ് BJP അവിടെയാണ് രാജു പി നായർ പ്രശ്നം. ഇത് 42 കോടിയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. നോക്കുക, തട്ടിപ്പ് നടത്തിയ തുക തന്നെ 42 കോടിയാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് വേണ്ടി എത്ര പണം ചെലവഴിക്കാം എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച തുക കള്ളപ്പണമാണിത്. നോട്ട് കെട്ടുകൾക്ക് മുമ്പിൽ, ചാക്ക് കെട്ടുകൾക്ക് മുമ്പിൽ സെൽഫി എടുത്തിരിക്കുന്നു. കള്ളപ്പണ കേസിൽ നിങ്ങളൊരു FIR രജിസ്റ്റർ ചെയ്ത് ED വിളിച്ചു വരുത്തണമേ. നോക്കൂ, അത് തന്നെയാണ് ഇതിനകത്തുള്ള വിഷയം. ഇതിനകത്തുള്ള വിഷയം ഈ പാർട്ടിക്കകത്ത് വന്നിരിക്കുന്ന പണം മുഴുവൻ കള്ളപ്പണമാണ്. ഈ കള്ളപ്പണം എവിടെയെങ്കിലും പിടിക്കാതെ, ഞാൻ ചോദിക്കുന്നത് ഈ പണം എവിടെയെങ്കിലും ഫിസിക്കലായിട്ട് പിടിക്കാതെ അല്ലെങ്കിൽ ഇതിനകത്തുള്ള രേഖകളില്ലാതെ മറ്റാർക്കെങ്കിലും പരാതി കൊടുക്കാൻ കഴിയുമോ? നിങ്ങൾ എന്താണ് ഒരു 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 ഉത്തരവാദിത്വമില്ലാതെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ വെറുതെ ബാലൻസ് ചെയ്യാൻ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? എവിടെയെങ്കിലും ഇപ്പൊ സുരേന്ദ്രനെ ഇത് വന്ന പണം പുറത്തു വെച്ച് പിടിച്ചു, ഫിസിക്കലായിട്ട് പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത്രയും പണം ഫിസിക്കലായിട്ട് കിട്ടി, അത് ഒരു പരാതിക്ക് ആധാരമാണ്. അതല്ലെങ്കിൽ ഇതിനകത്ത് നടത്തിയിരിക്കുന്ന തട്ടിപ്പുകൾക്കനുസരിച്ച് രേഖകൾ പുറത്തു വരണം. ആ രേഖകളുടെ ഒറിജിനൽ നമുക്ക് കിട്ടണം. അതല്ലാതെ വെറുതെ വാർത്തകളുടെ പേരിൽ പോയിട്ടൊരു പരാതി കൊടുത്തിട്ട് നാളെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പരാതി ഒരു തെളിവുമില്ലാതെ കൊണ്ട് കൊടുത്തിട്ട് ആ പരാതി തള്ളി കഴിയുമ്പോൾ BJP ഇല്ലേ പരാതി പോയിട്ട് പോലും അതിനകത്തൊന്നും ഉണ്ടായില്ല, ഞങ്ങൾ പറയാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കലാണോ രാഷ്ട്രീയം? നമ്മൾ വിവേകത്തോടുകൂടി വേണം കാര്യങ്ങളെ സമീപിക്കാൻ. ഇത് പ്രശ്നം ഈ പാർട്ടിക്കകത്തുള്ള ഇത്രയും വലിയ തട്ടിപ്പ് അത് പുറത്തു വന്നിട്ട് ഈ പാർട്ടി അത് അന്വേഷിക്കാൻ പോലും തയ്യാറല്ല എന്നുള്ള. ഇതിനുശേഷം കൊടിയുടെ പേരിൽ പോലും കോടികൾ ലക്ഷങ്ങൾ തട്ടി എന്നുള്ള വാർത്ത ഇത്രയും ഗാന്ധിയന്മാരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. കാരണം നിങ്ങളുടെ ഭാഗത്താണ് ഒരു വീഴ്ച ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പക്വത BJP കാണിക്കില്ലായിരുന്നു. വിവേകം, ഹലോ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായിരുന്നെങ്കിൽ BJP ഇത്രയും പക്വതയും വിവേകവും കാണിക്കില്ലായിരുന്നു. അല്ല, ഞങ്ങൾക്ക് പക്വത വിവേകവും കാണിക്കുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നത് ഇതാണ്. ഞങ്ങൾ നാളെ കൊണ്ട് പരാതി കൊടുത്തതിന് ശേഷം അത് പോലീസ് കേസെടുക്കാനില്ല, കോടതി പോയി തള്ളിക്കഴിഞ്ഞാൽ ഇവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയല്ലേ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ആ വഴി? എന്ത് ഒരു പക്വതയില്ലാത്ത ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഒരു സാമ്പത്തിക തട്ടിപ്പിൽ യാതൊരു വിധത്തിലുള്ള രേഖകളും കയ്യിലില്ലാതെ അത് സംബന്ധിച്ച് വിവരങ്ങളില്ലാതെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്ത് അല്ലെങ്കിൽ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് രേഖയാണ് ഉള്ളതെന്ന് വെച്ചാൽ രേഖയില്ല എന്ന് പറയുമ്പോൾ ആ കേസ് തള്ളിക്കളയുമ്പോൾ BJPക്ക് പറയാൻ പറ്റില്ലേ? കണ്ടില്ലേ, കോടതി പോലും തള്ളിയ കേസ്. ഇന്ന് CPM നേതാക്കന്മാർക്കെതിരെയുള്ള പല കേസുകളും അവരെടുക്കുന്ന സ്റ്റാൻഡ് ഇതല്ലേ? ഹൈക്കോടതിയിൽ പോയപ്പോ ഹൈക്കോടതി തള്ളിക്കളഞ്ഞില്ലേ? അഴിമതി ഇല്ലാതിരുന്നിട്ടാണോ? രാജുപിതാർ, മാധ്യമങ്ങൾ ധാരാളം തെളിവുകൾ പുറത്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ മാധ്യമങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. അല്ല, മാധ്യമങ്ങൾക്കല്ല ഞങ്ങൾക്കും കൊടുക്കാൻ കഴിയില്ല. ഒരു നിയമലംഘനം നടന്നിട്ടുണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാതെ അല്ലാതെ പരാതി കൊടുക്കാൻ കഴിയില്ല. അത് അവരെ രക്ഷിക്കുന്നതിന് തുല്യമാവും വെറുതെ വാർത്ത കേട്ട് പരാതി കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ. അത് ആ പാർട്ടി തന്നെ അന്വേഷിക്കുക. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ ശ്രദ്ധയിൽ വാർത്തകൾ കാണുന്നുണ്ട്, ഒരു പരാതി വരട്ടെ, പരാതി വരുമ്പോൾ നോക്കും. പരാതി ആരാ കൊടുക്കേണ്ടത്? BJPക്കകത്ത് ഈ വഞ്ചനയ്ക്ക് വിധേയരായിട്ട് വേണം കൊടുക്കാൻ. ആത്മാഭിമാനം പോലും നഷ്ടപ്പെട്ട അവർ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ട് ഏത് കൊള്ളരുതായ്മയും ന്യായീകരിക്കുന്ന ഇവരാരെങ്കിലും കൊണ്ടേ കൊടുക്കുവോ?
കള്ളപ്പണമാണെന്ന് ഇവർക്കറിയാലോ. രാജീവ് ചന്ദ്രശേഖറിന് പറയാൻ പറ്റുമോ തട്ടിപ്പണമെന്ന്? കാരണം കള്ളപ്പണം വന്നു എന്നുള്ളത് അംഗീകരിക്കേണ്ടി വരില്ലേ? ഇതൊക്കെ ഇതിന്റെ ന്യൂവാൻസസ് ആണ്. ആ പാർട്ടി ആത്മാർത്ഥത കാണിക്കണം, ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഈ ദേശീയതയുടെ പേരിലും ഹിന്ദുത്വത്തിന്റെ പേരിലും ഇവർ നടത്തുന്ന തട്ടിപ്പുകൾ എന്താണ്, ഈ പാവപ്പെട്ട മനുഷ്യരെ മുഴുവൻ നടത്തുന്ന തട്ടിപ്പ്. ഇപ്പൊ രാമക്ഷേത്രത്തിലെ തട്ടിപ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വാർത്ത വന്നല്ലോ. നമ്മൾ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് പറയാൻ സ്ഥാപിക്കാൻ കഴിയുന്ന കോടതികൾ ഇവിടെ ഉള്ള ഒരു സ്ഥലമാണ്. ഏത് ഇ ഡിയാണ് ബി ജെ പിക്കെതിരെ അന്വേഷണം നടത്താൻ പോകുന്നത്? എന്നിട്ട് ഇ ഡി കേസ് പരിഗണിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ കൊടുക്കണോ? രാഷ്ട്രീയമായി ഇവരെ ചോദ്യം ചെയ്യുക, ജനങ്ങളുണ്ടെങ്കിൽ രാഷ്ട്രീയമായി നഗ്നമാക്കി ഇവരെ നിർത്തുക, ഇവർ തട്ടിപ്പുകാരാണെന്നുള്ള ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനം മാത്രമേ ഇതിനകത്ത് പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ക്യാഷ് പിടിക്കണം, അല്ലെങ്കിൽ രേഖകൾ പുറത്ത് ഒറിജിനൽ രേഖകൾ അവൈലബിൾ ആവണം. അതാണെങ്കിൽ മാത്രമേ ആർക്കും കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. എന്റെ അഭ്യർത്ഥന, നിങ്ങളിലൂടെ എന്റെ അഭ്യർത്ഥന, വെറും വൈകാരികമായി ഇതിനെ പോയി കേസ് ആർക്കും കൊടുക്കരുത്. കാരണം ഇവർക്ക് രക്ഷപ്പെടാനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നതാവും ആ നടപടിയെന്ന് എന്റെ അഭ്യർത്ഥന കൂടിയാണ്.